വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം കുരിശി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 7-ാം തീയതി മെയ് മാസം 2026 രാവിലെ 8:40 ആയിട്ടുണ്ട്. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇന്നലെ നമ്മുടെ ആ പറഞ്ഞ ഓപ്പൺ അത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുക. പക്ഷെ ഓപ്പൺ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറി ഡേ ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് പ്രൊഫൈലിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പൺ സ്ട്രാറ്റജി ഉണ്ട്. ഓപ്പൺ ഡ്രൈവ്, ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ്, അങ്ങനെ ഒരു 3-4 വെറൈറ്റി ഓഫ് സ്ട്രാറ്റജീസ് മാർക്കറ്റ് പ്രൊഫൈലിലുണ്ട്. നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ഇതും കൂടെ ചേർത്ത് കണ്ടാൽ നല്ല ക്ലാരിറ്റി കിട്ടും. അതായത് എവിടെയാണ് ഈ ഓപ്ഷൻ സെല്ലേഴ്സ് ഇറങ്ങുന്നത്, എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു സ്പോട്ടാണ് നോക്കേണ്ടത് എന്ന്. സ്പോട്ട് നമുക്ക് 24,200 ഓപ്പൺ ആയത്. നോക്കിക്കോളൂ, ഇന്നലത്തെ സ്പോട്ടിന്റെ ഓപ്പൺ ഞാൻ കാണിച്ചു തരാം. 24,200 ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ഓപ്പൺ നോക്കിക്കോളൂ. ഓക്കെ, 15 മിനിറ്റ് ക്യാൻഡിൽ എത്രയാണ്? 24,183.50. അങ്ങനെ വരുമ്പം അടുത്ത നിയറസ്റ്റ് റൗണ്ട് ആയിട്ടുള്ളത് 24,200 ആണ്. സോ 24,200ന്റെ സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. കാര്യത്തിൽ ഈ ഓപ്പണിലാണ് ഞാൻ പറഞ്ഞ നമ്മൾ ആൾറെഡി രാവിലെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ നമുക്ക് കിട്ടുന്നത്. കാര്യത്തിൽ ഇവിടെ നിന്നാണ് അവര് മെൽറ്റ് ആകുന്നുണ്ടോ, അല്ല അവര് ആരാണ് മെൽറ്റ് ആകുന്നത്, ആരാണ് മെൽറ്റ് ആകാൻ പറ്റാതെ ചാടി ഇറങ്ങുന്നത്. അപ്പൊ ചാടി ഇറങ്ങുന്ന സൈഡ് വേണം നമ്മൾ കയറാൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. 24,200. ഓക്കെ, 207ന്റെ കാള് നമ്മളിവിടെ ലൈൻ ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 24,200. ഓക്കെ, 24,200ന്റെ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ കാൾ ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ എന്താണ് മെൽട്ടായി നല്ല താഴോട്ട് വന്നു. എങ്കിലും നമുക്ക് പിയിലോട്ട് കയറാവോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യത്തിൽ ഇതേ സ്ട്രൈക്ക് 207ന് മുകളിൽ നിന്നാൽ നമുക്ക് കയറാം. ഒരു 50, 60, 70 പോയിന്റ് വരയ്ക്കും നമുക്ക് റൈഡ് ചെയ്യാനും പറ്റും. മനസ്സിലായില്ലേ? സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് എവിടെയാണ് തന്നേക്കുന്നത്? എക്സാക്ട്ലി 205.35 ക്ലോസ്. അപ്പൊ 207ന്റെ താഴെയാണ്, നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോളിന്റെ താഴെ. അതിനുശേഷം ഈ വലിയ സ്പൈക്ക് ഉണ്ടോ, ഇതിനെ സ്പൈക്ക് എന്നാണ് പറയുന്നത്. ഈ സ്പൈക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഉച്ചയ്ക്ക് നടന്ന ഈ സ്പൈക്ക്, ഓൾമോസ്റ്റ് 2.25 നടന്ന സ്പൈക്ക്, അതുവരെ ഈ 207 എന്ന് പറയുന്ന ലെവലിന് താഴെയാണ് നിന്നത്. ഓക്കെ, പി എങ്കിൽ പി ആണെങ്കിലോ നമുക്ക് പിയിൽ പോയി നോക്കാം. പിയിൽ ആ 207 നമുക്ക് ഇവിടെയാണ് അക്സെപ്റ്റൻസ് തന്നെ. അതായത് അതിന്റെ ക്ലോസ് ഉണ്ടോ, ഇതുവരെയും ക്ലോസ് തന്നില്ല. രാവിലെ മുതൽ ക്ലോസ് തന്നിട്ടേ ഇല്ല. പിന്നെ ക്ലോസ് വന്നത് ഈ ക്യാൻഡിലാണ്, 10:45 ക്യാൻഡിലാണ് ക്ലോസ് വന്നത്. എന്നിട്ട് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 300 രൂപ. അപ്പം ആൾമോസ്റ്റ് 100 പോയിന്റ് അടുപ്പിച്ച്, 90 പോയിന്റ് 95 പോയിന്റ് അടുപ്പിച്ച് ഒരു മുകളിലോട്ടുള്ള യാത്ര നമുക്കിവിടെ കിട്ടി. പോരെ? ഇങ്ങനെ സിമ്പിൾ സ്ട്രാറ്റജി യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല നല്ല എൻട്രിയും എക്സിറ്റും കിട്ടും. ഒറ്റ എൻട്രി ഇന്നലെ ഉള്ളൂ. പിയിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇതുണ്ടോ, ഇത് എക്സാക്ട്ലി ഇവിടെയൊക്കെ ഹോൾഡ് ചെയ്തു. ആ അക്സെപ്റ്റൻസിന് ശേഷം 3, 4, 5 ക്യാൻഡിൽ അവിടെ ഹോൾഡ് ചെയ്തു. അതിനുശേഷം മുകളിലോട്ട് അത് സ്ക്വയർ ഓഫ് ചെയ്ത് ആ പുട്ട് വിറ്റ ആൾക്കാർ ഇറങ്ങിയപ്പോൾ ഈ പുട്ടിന്റെ പ്രൈസ് മുകളിലോട്ട് പോയി. മനസ്സിലായില്ലേ? ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 193 രൂപയാണ്. ശ്രദ്ധിച്ചോളൂ, ഇതാണ് ഇതിന്റെ ലെവൽസ്. ഇന്നലത്തെ ലെവൽസും എക്സാക്ട്ലി എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, എവിടെയാണ് റിജക്ഷൻ കിട്ടിയെന്നുള്ളതൊക്കെ അറിയാം. സോ വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.